കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി CPIM ഉപ്പുതറ പ്രാദേശിക നേതൃത്വം. SIRമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ പേര് നീക്കം ചെയ്യാൻ BLOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും നിസ്സാര വോട്ടുകൾക്കാണ് ഇവിടെ UDF പരാജയപ്പെടുന്നത്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നും DCC ജനറൽ സെക്രട്ടറി അരുൺ പൊടിപാറ ആരോപിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ പഞ്ചായത്ത് മെമ്പറുടെയും ബ്രാഞ്ച് സെക്രട്ടറിയുടെയും അടക്കം ഒഴിവാക്കൽ ലിസ്റ്റിലുണ്ടെന്നും ആരോപണം പിൻവലിച്ച് അരുൺ മാപ്പ് പറയണമെന്നും CPIM ഉപ്പുതറ ലോക്കൽ സെക്രട്ടറി കലേഷ് കുമാർ ആവശ്യപ്പെട്ടു. SIRമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപ്പുതറ വില്ലേജിലെ ചില ബൂത്തുകളിൽ നിലവിലെ താമസക്കാരായിട്ടുള്ള വോട്ടർമാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോം 7 ഫോറം പേരില്ലാത്ത അപേക്ഷകർ ഓൺലൈനായി സമർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വന്നിട്ടുള്ള വോട്ടർമാർ നിലവിൽ ഇവിടെ സ്ഥിര താമസക്കാരായിട്ടുള്ളവരാണ്. കഴിഞ്ഞ ദിവസം DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അരുൺ പൊടിപാറ ഈ ഒഴിവാക്കലിൻ്റെ പിന്നിൽ CPM ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അടിസ്ഥാനരഹിതമാണ്. ഈ ഒഴിവാക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാട്ടോളം ബൂത്തിൽ അവിടുത്തെ നിലവിലെ വാർഡ് മെമ്പറും പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായ ബിജു ചെമ്പ്ളാവിനും അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും നിരവധി DYFI പ്രവർത്തകർ അടക്കമുള്ളവരെയാണ് ഈ ഒഴിവാക്കൽ ലിസ്റ്റിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ പുറകിൽ കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് CPMൻ്റെ ബലമായ സംശയം. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് കനകോലിൻ്റെ സിദ്ധാന്തം അനുസരിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എത്തരത്തിലുള്ള കള്ളങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുകളിലുള്ള നേതാക്കന്മാർ മുതൽ താഴ്ക്കടകം നേതാക്കന്മാർ വരെ ഇത്തരത്തിൽ കള്ള വാർത്തകൾ മെനഞ്ഞുകൊണ്ട് തന്നെയാണ് നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറപ്പെടുവിക്കുന്നത്.